ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. ഉച്ച വരെയുള്ളതൊക്കെ ഉള്ളൂ. നല്ല മഴയുണ്ടായിരുന്നു നൈറ്റ്. അപ്പോൾ രാവിലെ എണീക്കാനേ തോന്നിയില്ല. ഇന്ന് കാശിയും കണ്ണക്കിയൊക്കെ ഉണ്ടായിരുന്നൊരു ദിവസമാണ് കേട്ടോ. രാവിലെ തന്നെ പിള്ളേരൊക്കെ ഉറക്കെഴുന്നിട്ട് അവരുറക്കെഴുന്നതിന് ശേഷമാണ് ഞാൻ എണീറ്റ കേട്ടോ. അവള് പല്ലൊക്കെ തേച്ച് കുളിച്ച് എവിടെ പോവാണ്. അവൻ ഉറക്കെഴുന്നേറ്റിട്ട് ഫോൺ നോക്കിയിരിക്കുവാണ്. ഇവളാണ് ഇവിടുത്തെ നല്ല കുട്ടിയാട്ടോ. നല്ല കുട്ടി ടാഗ് മേടിച്ചിട്ട് ഞങ്ങൾക്കൊക്കെ വഴക്ക് മേടിച്ചിരുന്ന ആളാട്ടോ. ദെൻ ഞാൻ പല്ല് തേക്കാൻ പോവുകയാണ് ഗൈസ്. പല്ല് തേക്കാൻ ഭയങ്കര മടിയായിരുന്നു. കാശി പല്ല് തേച്ചില്ല, ഞാൻ പല്ല് തേച്ചു. കാരണം ഭയങ്കര മഴക്കോള്, പിന്നും പോയി കിടക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സൺഡേ ആയിരുന്നു കേട്ടോ. തുണി ഒന്നും ഉണങ്ങുന്നില്ല. നിങ്ങൾക്കൊക്കെ ഈ പ്രശ്നം ഉണ്ടായിരിക്കും, മഴയായിട്ട് തുണിയൊക്കെ അകത്തൊക്കെ ഇട്ടിട്ടാട്ടോ ഉണക്കുന്ന. അപ്പൊ പിന്നെ ഞാനും അതിനും കൂടെ കുറച്ച് സ്നേഹപ്രകടനമൊക്കെ കാണിച്ചതാണ്. അതിനിടയ്ക്ക് കണ്ണമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്നെ വീഡിയോ പിടിക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ട്. എന്നിട്ട് പിന്നെ പോയി ഫ്രഷ് ആയിട്ടൊക്കെ വന്നു. കാര്യം മാമിയുടെ വീട്ടിൽ ചക്ക അറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് എടുക്കാൻ ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഞാൻ വെളുത്തുള്ളി അരിഞ്ഞിട്ടിരുന്ന സമയത്താണ് വിളിച്ചു പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പോയി ഫ്രഷ് ആയപ്പോൾ അവൻ പറഞ്ഞു അവനും വരണം. അപ്പൊ അമ്മ പറഞ്ഞു കാപ്പി കുടിച്ചിട്ട് പോയാൽ മതി, കാരണം പോയാൽ അവിടെ ചെന്നിരിക്കും, ഞങ്ങൾ വരത്തില്ല. അങ്ങനെ ഇന്ന് ഇഡലിയാണ് കേട്ടോ കഴിക്കാൻ. ഞാനിന്ന് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. ഉള്ളി മുളക് ചമ്മന്തി. യൂട്യൂബിൽ നോക്കി കേട്ടോ, ഇന്നലെ നോക്കിയതാ. അപ്പൊ ഇന്ന് ഉണ്ടാക്കിയാണ്. അപ്പൊ അതിന് അമ്മ ഉണ്ടാക്കിയിട്ട് എനിക്ക് സ്വസ്ഥമായിട്ട് നിൽക്കണം. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരാളുടെ നിൽക്കുമ്പോഴത്തേക്ക്. അങ്ങനെ അമ്മ ഉണ്ടാക്കിയിട്ടൊക്കെ മാറിയപ്പോൾ ഞാൻ കയറി. അപ്പം ചട്ടിയിൽ എണ്ണ ചൂടായപ്പം വെളുത്തുള്ളി ഇട്ട്, വെളുത്തുള്ളിയും വറ്റൽമുളക് ഇട്ടിട്ട് 4 വറ്റൽമുളക് ഇട്ട്. പിള്ളേരുള്ളതുകൊണ്ട് അവർ എരി കൂടിയാൽ കഴിക്കത്തില്ല കേട്ടോ. അങ്ങനെ ഇട്ടു. എന്നിട്ട് അത് കോരിയും എടുത്ത് മൂത്ത് പോയാൽ കഴിക്കും. ശേഷം അതിനകത്തോട്ട് ചെറിയ ഉള്ളി ഇട്ടു കേട്ടോ. ചെറിയ ഉള്ളി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുവാണ്. ചെറിയ ഉള്ളി വഴറ്റിയെടുത്ത ശേഷം ഒരു അര സവാളയും കൂടി ഇട്ട്, കാര്യം അല്ലെങ്കിൽ തികയത്തില്ല, നമുക്ക് 4 പേർക്ക് കറി വേണ്ടേ. അങ്ങനെ ഇതേ ഞാനും അമ്മയും കൂടി ഇവിടെ കുക്കിങ്. അമ്മ ഇഡലി ഉണ്ടാക്കുന്നു, ഞാൻ കറി ഉണ്ടാക്കുന്നു. ഇഡലി ഏകദേശം ആയി കേട്ടോ. ഇത് അവസാനത്തതാട്ടോ ഇപ്പം. അങ്ങനെ ഞാൻ പിന്നെ അരച്ചെടുത്തു കറി. പിന്നെ ഒന്ന് അതെല്ലാം കൂടെ വഴറ്റിയെടുത്തതിന് ശേഷം മിക്സി വെച്ചൊന്ന് അടിച്ചു. പിന്നെ കടുക് വറുത്ത്, ചെറിയ ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് താളിച്ചൊഴിച്ചു. ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കറി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവന്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ കറി കൊള്ളില്ല എന്നൊക്കെ തോന്നും. പക്ഷെ ഇവൻ ഇങ്ങനത്തെ എക്സ്പ്രഷൻ, അവന് ഫുഡ് കഴിക്കുന്ന തീരെ താല്പര്യമില്ല. എന്തേലും മോർദൻ ന്യായങ്ങൾ പറയും എന്ത് കൊടുത്താലും. അങ്ങനെ പിന്നെ ഞാൻ മേലത്തെ വീട്ടിൽ കൊണ്ടുപോവാം, ഞാൻ ചക്ക എടുക്കാൻ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാൻ കഴിച്ചാലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രം കഴിക്കുന്നുണ്ട്. അവനും ഞാനും കേട്ടോ മുമ്പേ അല്ല, ഞങ്ങളാണ് ഒരുമിച്ച് കഴിച്ചാൽ. കണ്ണയ്ക്ക് മുമ്പേ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മുമ്പേയൊക്കെ അവള് ഫുഡൊക്കെ കഴിച്ചു. അവള് ബിസി ലൈഫാണ്. രാവിലെ ഉറക്കെഴുന്നേക്കും. നമ്മളെക്കാളും മുന്നേ എണീച്ച് പല്ലൊക്കെ തേച്ച് കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് ബാഗൊക്കെ കൊണ്ട് കളിയൊക്കെ തുടങ്ങി. ഞങ്ങളാണ് മടിയനും മടിച്ച്. ഞങ്ങള് പിന്നെയാണ് അതൊക്കെ തുടങ്ങി ഉറക്കെഴുന്നേറ്റ്. അവനാണ് എന്നെ വിളിച്ചുണർത്തിയത്. അവൻ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അവ ആരെ ഉറങ്ങാൻ ശ്രമിക്കില്ല. മേമ എണീച്ചു വാ എന്ന് പറഞ്ഞ് ഞാൻ ഡോർ അടച്ചിട്ട് കിടന്ന എന്നെ അവൻ വീഡിയോ കോള് വിളിച്ച്. എന്റെ ഫോൺ സ്വസ്ഥത തരണില്ല. ഗെത്തി കേട്ടാ ഞാൻ എണീച്ചു വന്ന കേട്ടോ. പിന്നെ നമ്മള് ഫുഡ് കഴിക്കുവാണ്, ഞാൻ കഴിക്കുവാണ്. അവന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, കാരണം അവൻ 3 എടുത്തു വെച്ചാൽ അവൻ 2 കഴിച്ചോളൂ. അപ്പൊ ഞാൻ ഇടയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ മേടിച്ച് കഴിക്കും, ചിലപ്പോഴൊന്നും കഴിക്കത്തില്ല. അപ്പം അങ്ങനെ അവന് എടുത്ത് കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. അവൻ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ഈ റുബിക്സ് ക്യൂബൊക്കെ നോക്കിയിരിക്കും, അല്ലെങ്കിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ചെയ്തിട്ടിരിക്കും. അവന് എടുത്തൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് അവന്. അങ്ങനെ പിന്നെ ഞങ്ങൾ കഴിച്ചിട്ട് പോവാനായിട്ട് കൊടയൊക്കെ എടുത്ത് നിൽക്കുക. എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞാൽ അപ്പം പോകണം, പിന്നെ സ്വസ്ഥത തരത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞ് ചൂട് വെള്ളമൊക്കെ ചിന്ന് കുടിക്കട്ടെ, കഴിച്ചല്ലേ ഉള്ളൂ, നമുക്ക് കുടിച്ചിട്ടൊക്കെ. അപ്പം സ്വസ്ഥത തരുന്നില്ല. ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുക, ഞാൻ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ചോണ്ടിരിക്കുമ്പോൾ അവൻ കൊടയും പിടിച്ചങ്ങ് നിൽക്കുക. പോവാന്ന് പറഞ്ഞ്. കഴിച്ചിട്ടൊന്ന് റെസ്റ്റ് എടുക്കാൻ ചെക്കൻ സമ്മതിച്ചില്ല. അങ്ങനെ പിന്നെ എന്നെ വിളിച്ചിട്ട് എമ്മ പോവാം, മഴ പെയ്യും. അവനാണെങ്കിൽ അങ്ങ് അവിടെ പോണ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ മോങ്കൂട്ടനുണ്ട്, അപ്പൊ അവൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പോകുന്ന വഴിക്കല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ തന്നെ തെറ്റിപ്പഴം. അപ്പൊ മുന്നേ ഞങ്ങളിത് കഴിക്കുമല്ലോ. അങ്ങനെ അവന് ഞാൻ പറിച്ചു കൊടുത്തു. അവനും ഒന്ന് ട്രൈ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ അവന് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. അവൻ തെറ്റിപ്പഴമൊക്കെ കഴിച്ച് എന്റെ കൂടെ വരുവാണ്. അങ്ങനെ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. ഒത്തിരി എന്ന് വെച്ചാൽ ഒരു 10 ചവിട് നടക്കാനൊക്കെയുള്ള ദൂരമുള്ളൂ. അപ്പം അങ്ങോട്ടത്തേക്കാണ് പോകുന്നത്. ചക്കയും എടുക്കണം. പിന്നെ ഇന്നലെ നൈറ്റ് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ചക്കയപ്പം ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അത് ഉണ്ടാക്കിയത് ഇരിപ്പുണ്ട്, അതും എടുത്തിട്ട് പോകാനാ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ 2 കൂടി നടന്ന് പോവുകയാണ്. പെട്ടെന്ന് തന്നെ വീടെത്തി കേസ്. ഇത്ര ദൂരമുള്ളൂ. ഇതാണ് കേട്ടോ, ഇത് ഞാൻ ജനിച്ചു വളർന്ന വീടാണ്. ഒരു 4ാം ക്ലാസ് വരെയൊക്കെ, അല്ല 2ാം ക്ലാസ് വരെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞു ഇതുവഴി ഇങ്ങനെ വന്നിട്ടിരിക്കുക. പഴയ വീടാണിത്, പഴയ ബാത്റൂം ആട്ടോ. ഈ ബാത്റൂം കഴിഞ്ഞ ഒരു 10ാം ക്ലാസ് വരെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. വല്ലപ്പോഴൊക്കെ വരുമ്പോൾ ഇവിടെ നിന്ന് കുളിക്കുമായിരുന്നു. ഇവിടെ വാതിലില്ലേലും പക്ഷെ കുഴപ്പമില്ല. അങ്ങനെയാണത്. പണ്ടത്തെ ബാത്റൂമുകളുണ്ടല്ലോ, വാതിലില്ലേലും കുഴപ്പമില്ല. അത് അങ്ങനത്തെ ഒരു ബാത്റൂമാണ്. പിന്നെ മറ്റൊന്നുമില്ല കേട്ടോ.
പിന്നെ മരങ്ങളൊക്കെ ഞങ്ങളുടെ പെരയടുത്ത് നിൽക്കുന്ന മരങ്ങളാണ്, അങ്ങനെ അവിടെ മേലിൽ കയറിയുന്ന ആരും കാണത്തൊന്നുമില്ല. അപ്പം ദേ ചക്കയപ്പം ചക്കയും കിട്ടി. ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഹനുമാൻ ലങ്കാദഹനം നടത്തി പോകുന്ന കണക്ക് ഞാനിങ്ങനെ ചക്കയൊക്കെ പിടിച്ച് പോവാണ്. അവൻ കൂടെ വന്നല്ല ഒന്നും പിടിക്കത്തില്ല കേട്ടോ, അവൻ മുമ്പേ പോവും. അവൻ എനിക്ക് എസ്കോട്ട് വരുന്നതാണ്, അവൻ ഒന്നും പിടിക്കത്തൊന്നുമില്ല. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ കണ്ണമ്മ അടുത്ത കുളിയും കഴിഞ്ഞിട്ട് മേക്കപ്പ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവള് വീട്ടിൽ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം സീരിയലിലൊക്കെ നടിമാരെ കണക്കാണ് നിൽക്കുന്നത്. കണ്ണിലും മൂക്കിലും ചുണ്ടിലും ഒക്കെ നമുക്ക് മേക്കപ്പ് ആയിരിക്കും. ആദ്യം അവളിടും, പിന്നെ അവൾ എനിക്ക് ഇട്ട് തരും, അമ്മാമ്മയ്ക്ക് ഇട്ട് കൊടുക്കും. കാശീന് അങ്ങനെ അവൾക്ക് ഇങ്ങനെ ഇടാൻ കിട്ടാറില്ല. അത്രയ്ക്കും ബോറടിച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കളിക്കുമ്പോഴെങ്ങനെ അവന് ഒരു വട്ടവും കണ്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ മേക്കപ്പ് ബോക്സ് മേടിച്ചിട്ട് അന്നോട്ട് കുത്തി എടുത്ത് ഞങ്ങളുടെ പുറത്ത്, പിന്നെ ചുവരിലൊന്നും തേക്കത്തില്ല, നമ്മുടെയൊക്കെ പുറത്തല്ലേ തേക്കുന്ന വിചാരിക്കും. അത് കുളിക്കുമ്പോൾ അങ്ങ് മാറുമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങളെല്ലാവരും നിന്നു കൊടുക്കും. ദെൻ ഞങ്ങൾ കൊണ്ടുവന്ന ചക്ക അരിയുകയാണ് ഗൈസ്. ചക്ക ഞാൻ പൊളിച്ചു കൊടുത്തു, കുരുവൊക്കെ കളഞ്ഞു കൊടുത്തു, അമ്മ അരിയുന്നുണ്ട്. അപ്പം അവിടെ ഒരു പൂച്ച വന്നു കേട്ടോ, അവിടെ ഭയങ്കര പൂച്ച ശല്യം. എനിക്ക് പൂച്ചയെ ഇഷ്ടമല്ല കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, എനിക്കിഷ്ടമല്ല. പൂച്ചയെന്ന് പറഞ്ഞാൽ ജീവിയെ ഇഷ്ടമല്ല, പട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്, പൂച്ചയെ ഇഷ്ടമല്ല. അപ്പൊ പൂച്ച ഭയങ്കര ശല്യം. പൂച്ച അവിടെയൊക്കെ വന്ന് അപ്പി ഇട്ട് വയ്ക്കുന്നു. അപ്പൊ അമ്മ പറയുന്നത് പിള്ളേരെ അപ്പിയും കോരണ്ട, ഇപ്പൊ പൂച്ചയുടെ അപ്പിയും കൂടെ കോരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പൂച്ചയെ കണ്ട അപ്പോഴേ ഓട്ടിച്ചു കളയും. അവിടെയൊക്കെ വന്ന് ഇതായിപ്പോ പൂച്ചയ്ക്ക് പരിപാടി. അങ്ങനെ ദേ ചക്ക അരിഞ്ഞു. ഇനി എന്തോ ഒരു കറിയും കൂടി വെച്ചിട്ടുണ്ട്, മീൻ പൊരിച്ചു. പയറ് വെച്ചിട്ടൊരു പരിപ്പുണ്ടാക്കി. അങ്ങനെ ദേ നല്ല മഴ, അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ എടുത്തത്. മഴ പെയ്ത് ഇങ്ങനെ മുകളിലോട്ട് കറിവേപ്പില ഉണ്ട് കേട്ടോ. അതേ ഒരു മരം നിപ്പുണ്ട്, പക്ഷെ അവിടെ കയറി പറിക്കാൻ മടി കാരണം ചെറിയൊരു കറിവേപ്പില താഴെ നിൽക്കുന്നതെന്ന് കേട്ടോ ഞാൻ പിച്ചിക്കൊണ്ട് വരുന്ന. മഴ പെയ്തുകൊണ്ടെങ്കിൽ ഞങ്ങളുടെ ജോലിയൊക്കെ തീർന്നു. ദേ കറികളൊക്കെ ആയിട്ടുണ്ട്, പിന്നെ ഉച്ചയ്ക്കൊന്ന് കഴിച്ചാൽ മതി. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഓക്കെ, ബൈ ബൈ, സീ യു.